ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു R4I. വെറും 3 ദിവസം മാത്രം ട്രേഡിംഗ് ഡേ ഉള്ള അടുത്ത ആഴ്ചയിലേക്കാണ് നമ്മുടെ മാർക്കറ്റ് കടക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട 2 ഹോളിഡേയ്സ് ഉണ്ട്. ഒന്ന് അംബേദ്കർ ജയന്തി ഏപ്രിൽ 14-നാണ്, അതുപോലെ ഗുഡ് ഫ്രൈഡേ ഏപ്രിൽ 18-നാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ മാർക്കറ്റ് അവധിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അടുത്ത ആഴ്ച നമുക്ക് അവശേഷിക്കുന്നത് വെറും 3 ദിവസങ്ങൾ മാത്രമാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് കടക്കുന്ന മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത നമ്മൾ ഗ്ലോബലായിട്ട് കാണുന്നത് ട്രംപിൻ്റെ യൂട്ടേൺ ആണ്. എന്നാൽ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് മൺഡേ ഹോളിഡേ ആയതുകൊണ്ട് നമുക്ക് കിട്ടണമെന്നില്ല. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഹോളിഡേ അല്ലാത്തത് കൊണ്ട് അതൊരു പോസിറ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ സഹായിച്ചേക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വന്ന വാർത്ത നിലവിലെ US ചൈന ട്രേഡ് വാറിൻ്റെ ആ ഒരു ടെൻഷൻ കുറച്ചൊക്കെ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ്. US പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്മാർട്ട് ഫോണ്, അതുപോലെ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, അതുപോലെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതുകൂടാതെ സെമി കണ്ടക്ടേഴ്സ്, സോളാർ സെൽസ്, മെമ്മറി കാർഡ്സ് പോലെയുള്ള ഗാഡ്ജറ്റുകളൊക്കെ റെസിപ്രോക്കൽ താരിഫിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത് 10% നിലവിൽ താരിഫ് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമല്ല, 125% താരിഫുള്ള ചൈനയെയും ഈ ഒരു റെസിപ്രോക്കൽ താരിഫിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് ഈ തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോൾ പുറത്തിറക്കിയിട്ടുള്ള ഒരു നോട്ടീസിലാണ് നമ്മൾ ഈ ഒരു കാര്യം കാണുന്നത്. അപ്പോൾ നിലവിലെ വളരെയധികം ട്രേഡ് ടെൻഷൻ നിറഞ്ഞ ഗ്ലോബൽ എക്കണോമിയിൽ ഇതൊരു ഗെയിം ചേഞ്ചർ സിനാരിയോ ആയിട്ടാണ് പല ട്രേഡ് അനലിസ്റ്റുകളും ഈ ഒരു നീക്കത്തെ നിരീക്ഷിക്കുന്നത്. നമുക്കറിയാം, അമേരിക്കയിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണാണ് ആപ്പിൾ ഐഫോൺ. അപ്പോൾ അതിൻ്റെ 80% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അതേപോലെ 20% മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ പല ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളും ചൈനയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ താരിഫ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങ് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കയിൽ ഉണ്ടാക്കാൻ പോകുന്ന അങ്കാലാപ്പ് ചെറുതല്ല. അപ്പോൾ അമേരിക്കൻ പ്രൊഡക്റ്റുകൾ അമേരിക്കയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള ട്രംപിൻ്റെ തികച്ചും അപ്രായോഗികമായിട്ടുള്ള ആ ഒരു ട്രേഡ് നയം അത് കൂടുതൽ തിരിച്ചടികൾ നേടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ആപ്പിൾ പോലെയുള്ള ടെക് ജയൻറ്റുകൾ അവരുടെ സമ്മർദ്ദം ഒരു ഭാഗത്ത് ട്രംപിൻ്റെ മേലെയുണ്ട്. അതുകൂടാതെ ബോണ്ട് മാർക്കറ്റ് സൃഷ്ടിച്ചിട്ടുള്ള തകർച്ച മറുഭാഗത്തുമുണ്ട്. ഇത് കൂടാതെയാണ് ഈ റെസിപ്രോക്കൽ താരിഫ് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഭയം. നമുക്കറിയാം, ഇപ്പോൾ തന്നെ പറയുന്നത് ഐഫോണ് ഈ റെസിപ്രോക്കൽ താരിഫ് പോയി അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ അത് ഏകദേശം 2 ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ അതിൻ്റെ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ സാധനങ്ങളുടെയും വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സിവിൽ പോപ്പുലേഷൻ എതിർപ്പ് പ്രകടിപ്പിക്കും, പ്രതിപക്ഷ പാർട്ടികൾ പൊളിറ്റിക്കൽ പ്രഷർ സൃഷ്ടിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഇഷ്യൂസിനെ അതിജീവിക്കാൻ ട്രംപിന് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ ഒരു യൂട്ടേൺ എടുക്കുന്നതിൽ വലിയ ഈഗോ ഒന്നും കാണിക്കാത്ത ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നയങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത ആഴ്ച വരാൻ പോകുന്നത് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ വരാൻ പോവുകയാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പുറത്തിറക്കുന്ന ഈ ഒരു ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാനുള്ളൊരു കാരണം ഓൾറെഡി RBI റേറ്റ് കട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ RBI റേറ്റ് കട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം ഇൻഫ്ലേഷൻ വരുതിയിലായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഏപ്രിൽ 14-ന് പ്രഖ്യാപിക്കേണ്ട ഇൻഫ്ലേഷൻ അന്ന് അവധിയായതുകൊണ്ട് ഏപ്രിൽ 15-നായിരിക്കും CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരിക. ഇപ്പോൾ ജനുവരി മാസം ഈ ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ നമ്മൾ കാണുന്നത് 5.22% ആയിരുന്നു. ഫെബ്രുവരി മാസം പ്രസിദ്ധീകരിച്ച ഡാറ്റയിൽ നമ്മൾ കാണുന്നത് 4.31 ആയിട്ട് അത് താഴോട്ടേക്ക് വന്നു. മാർച്ചിൽ പ്രസിദ്ധീകരിച്ച ഡാറ്റയിൽ 3.61 ആയിട്ടും താഴോട്ടേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ 15-ന് വരാൻ പോകുന്ന CPI ഇൻഫ്ലേഷൻ ഡാറ്റ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു 3.6 എന്നുള്ള ലെവലിലാണ്. അപ്പോൾ ആ ഒരു സ്ട്രീറ്റ് എസ്റ്റിമേഷനോട് എത്രമാത്രം മുകളിലോട്ടോ താഴോട്ടോ ഇത് പോകുമെന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിലെല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം നിലവിലെ ഇൻഫ്ലേഷൻ വരുതിയില്ലാതിൻ്റെ അടിസ്ഥാനത്തിൽ RBI റേറ്റ് കട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു ഫർദർ റേറ്റ് കട്ട് ഉണ്ടാകണമെങ്കിൽ ഇൻഫ്ലേഷൻ ഡാറ്റ താഴോട്ടേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ RBI ഫോർകാസ്റ്റ് ചെയ്തതുപോലെ തന്നെ വരികയാണെങ്കിൽ ഇനിയും നമുക്ക് റേറ്റ് കട്ടുകൾ പ്രതീക്ഷിക്കാൻ കഴിയും. എന്നാൽ നമ്മളിപ്പോഴത്തെ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നത് റൂപ്പിയുടെ ഡിപ്രിസിയേഷനാണ്. അത് വീണ്ടും പഴയ നിലയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന FII സെല്ലിങ്ങിൻ്റെ ആ ഒരു തീവ്രതയും ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, മാർച്ച് 21-ന്
നമ്മുടെ റുപ്പിയുടെ വാല്യൂ പറയുന്നത് 85.99 എന്ന ലെവൽ വന്നിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് FIIs അവരുടെ ബൈങ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് റുപ്പി വാല്യുവേഷൻ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഏപ്രിൽ മാസം തുടങ്ങുന്നത് വരെ ആ രീതിയിൽ 85 എന്നുള്ള ലെവലിൽ നമ്മുടെ റുപ്പി നിന്നിരുന്നു. ഏപ്രിൽ 2 അത് 85.45 എന്ന ലെവൽ വരെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ഏപ്രിൽ മാസം മുതലാണ് FIIs അവരുടെ സെല്ലിംഗ് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് റുപ്പി വീണ്ടും 86 തിരിച്ചു പോകുന്നതായിട്ട്. ഇപ്പോൾ ഏപ്രിൽ 11 ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 86.19 ആണെന്ന് കാണാം. അപ്പോൾ ഏപ്രിൽ മാസം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം പോലും FIIs നെറ്റ് ബയേഴ്സ് ആയിട്ടില്ല. അവരെപ്പോഴും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഓവറോൾ ഏപ്രിൽ 1 മുതൽ ഇതുവരെയുള്ള ഡേറ്റിൻ്റെ ഒരു FII സെല്ലിംഗ് ഡാറ്റ പരിശോധിച്ചാൽ 34,000 കോടിയുടെ ഒരു സെല്ലിംഗാണ് അവർ ഇതുവരെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനാരിയോ മാറാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെൻഡ് റിവേഴ്സലിന് സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഗ്ലോബൽ ക്യൂസ് വളരെയധികം അനിശ്ചിതത്വം നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ FII സെല്ലിങ്ങും കൂടി തുടരുന്നത് തികച്ചും നല്ലൊരു കാര്യമല്ല. അടുത്ത ആഴ്ച വരാൻ പോകുന്ന Q4 റിസൾട്ടുകൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള Q4 റിസൾട്ടുകൾ നല്ല കോർപ്പറേറ്റ് ഏർണിങ്സ് കാണിക്കുന്ന രീതിയിലാവുകയാണെങ്കിൽ അതൊരു ട്രിഗർ പോയിൻ്റായി നിന്നുകൊണ്ട് ഒരുപക്ഷെ FIIs ബൈങ് ചിലപ്പോൾ ആരംഭിച്ചെന്നും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പല കമ്പനികളുടെ റിസൾട്ട് ഉണ്ട്. അതിലൊന്ന് ഇൻഫോസിസിൻ്റെ റിസൾട്ട് വരാനുണ്ട്. അതുപോലെ വിപ്രോയുടെ റിസൾട്ടും വരുന്നത് അടുത്ത ആഴ്ചയാണ്. ഇതുകൂടാതെ PSU കമ്പനികളിലെ പ്രധാനപ്പെട്ട ഒരു ലെൻഡിങ് കമ്പനിയായിട്ടുള്ള ഇറേഡയുടെ റിസൾട്ട് വരുന്നതും അടുത്ത ആഴ്ചയാണ്. അതുകൂടാതെ പ്രധാനപ്പെട്ട 2 ബാങ്കിങ് സ്റ്റോക്കുകളുടെ ICICI ബാങ്കിൻ്റെയും HDFC ബാങ്കിൻ്റെയും റിസൾട്ട് വരുന്നത് അടുത്ത ആഴ്ചയാണ്. അതിൻ്റെ കൂടെ യെസ് ബാങ്കിൻ്റെ റിസൾട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ നമ്മുടെ കോർപ്പറേറ്റ് ഏർണിങ്സിൻ്റെ ഒരു ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് എന്ന് വ്യക്തമായ സൂചന നൽകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ പ്രധാന ഇവൻറ്റുകളായിട്ട് ഇത് ഒരുപക്ഷെ മാറിയേക്കാം. ഇപ്പോൾ നിഫ്റ്റിയുടെ നിലവിലുള്ള ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ അതിപ്പോൾ ട്രെൻഡ് ലൈനിന് മുകളിൽ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്ര ദിവസങ്ങൾ നിൽക്കുന്നോ അത്രമാത്രം നമ്മുടെ നിഫ്റ്റി ശക്തമായിട്ട് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ മറ്റ് ഗ്ലോബൽ നെഗറ്റീവ് വാർത്തകളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും 23,400 പോകാനുള്ള ഒരു ശ്രമം അടുത്ത ആഴ്ച നിഫ്റ്റി നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ 23,400 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താലായിരിക്കും ഒരു പക്ഷേ നിഫ്റ്റിയിൽ ഒരു പുതിയ ട്രെൻഡിൻ്റെ തുടക്കമാവുക എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമ്മളെ ആശങ്കപ്പെടുന്ന കാര്യം ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത് US മാർക്കറ്റിൽ ഉണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. അപ്പോൾ അവിടെ മാർക്കറ്റിനെ തീർച്ചയായിട്ടും നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ട്രംപാണ്. ഷോർട്ട് ടേമിൽ ഏത് ഭാഗത്തേക്കാണ് മാർക്കറ്റ് പോവുക എന്ന് ഇപ്പോഴും അൺപ്രഡിക്റ്റബിളായിട്ട് തുടരുകയാണ്. അപ്പോൾ ഏതായാലും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.